സർ, പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ മുഴുവൻ ബന്ദികളെയും കൈമാറ്റം ചെയ്യാനും തുറന്നുവിടാനും ഒക്കെയുള്ള ഒരു പദ്ധതിയാണ് ട്രംപ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ പദ്ധതിയെ നെതന്യാഹു അംഗീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി എങ്ങനെയായിരിക്കും ട്രംപും നെതന്യാഹുവും ചേർന്ന് പലസ്തീനിൽ നടപ്പിലാക്കുക? ഹമാസ് ഇതിനെ അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹമാസ് ഇനി അംഗീകരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹമാസ് ഇല്ലല്ലോ. ഹമാസ് എന്ന് പറയുന്ന സാധനം എന്തോ പാലസ്തീന്റെ സമാധാനപരമായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ അതിന്റെ മോചനം, അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ ഹമാസ് ഇത് അംഗീകരിക്കുന്ന വിഷയമില്ല. ഹമാസിനെ സൃഷ്ടിച്ചവർ ഈ ഒരു താല്പര്യത്തിന് നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയുമില്ല. അവർക്ക് ഈ പറയുന്നത് പോലെ ഇതെന്നും ഒരു പ്രശ്നമായിട്ട് നിലനിർത്തിയിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ലോക സമാധാനത്തിന് വിഘ്നമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടത്തിയൊക്കെ വേണം. അപ്പൊ ഇതിനകത്ത് പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിനപ്പുറം ഇതൊരു കാലാകാലങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു, നമ്മൾ പറയത്തില്ലേ, പൂച്ചയും പട്ടിയും തമ്മിലുള്ള ഒരു വൈരാഗ്യം പോലുള്ള ഒരു സംഭവം. ജൂതന്മാരെ ഈ പറയുന്നത് പോലെ മറ്റവർ കണ്ടു ശത്രു. അതിനുവേണ്ടി പല കാരണങ്ങൾ, എന്നും പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഇവര് വച്ചേക്കുന്ന കരാറ് മൊത്തത്തിൽ ജനറലി നമുക്ക് ആഴത്തിലല്ല ഒന്ന് പരിശോധിക്കുമ്പോൾ ഗാസയുടെ നിയന്ത്രണം ഒരു സമിതിയുടെ മേൽനോട്ടത്തിൽ, അതായത് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് സമിതിയുടെ മേൽനോട്ടത്തിൽ നടത്തുകയും അല്ലെങ്കിൽ അവിടെ പുനർനിർമ്മാണം നടത്തുകയും ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്നത് പോലെ സൈന്യത്തെ അവിടുന്ന് പിൻവലിക്കുകയും ഈ പറയുന്ന ഹമാസിനെ നിരായുധീകരിക്കുകയും ആ ഹമാസ് നേതാക്കന്മാരെ നിരായുധീകരിച്ച് നമ്മൾ പറയത്തില്ലേ, ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ അനുവദിക്കുകയും അത് അറസ്റ്റ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ 72 മണിക്കൂറിനകം ഈ പറയുന്ന കരാർ അംഗീകരിച്ചിട്ട് ഇസ്രായേൽ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന മരിച്ചതും മരിക്കാത്തതുമായിട്ടുള്ള ഏറ്റവും എല്ലാ ബന്ദികളെയും തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പാലസ്തീനകത്തു നിന്ന് പിടിച്ചിട്ടുള്ള, ഹമാസിന്റെ ഭാഗമായിട്ട് പിടിച്ചിട്ടുള്ള ഏതാണ്ട്, എന്റെ കണക്കെത്ര ശരിയാണ്, 250ഓളം ഈ പറയുന്ന ജീവപര്യന്തം തടവുകാരെയും 1700ഓളം അല്ലാത്ത തടവുകാരെയും ഒക്കെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറാണ്. ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പറയുന്ന ഹമാസിന്റെ നേതാക്കന്മാര് വെളിയിലിരുന്നാണല്ലോ പരിശോധിക്കുന്നത്. വേറെ പലയിടത്തും ആണല്ലോ ഈ പരിശോധനയും അതിന്റെ തീരുമാനവും ഒക്കെ നടത്തുന്നത്. കാരണം ഈ ഹമാസിന്റെ നേതാക്കന്മാർക്ക് മറ്റു പല പ്രോക്സികളെയും അപേക്ഷിച്ച് പാലസ്തീൻ എന്ന് പറയുന്ന വിഷയം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ മറ്റ് ജീവിതമാർഗം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ ഓച്ചറ അമ്പലത്തിലും മറ്റു പല അമ്പലത്തിലും ഒക്കെ ഈ ഭിക്ഷക്കാരുണ്ട്, ഭിക്ഷ എടുക്കുന്നവർ, അവര് വ്രണം ഉണ്ടാക്കി വെക്കും. ഈ വ്രണത്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ഈ വ്രണം ഒരു ദിവസവും കരിയാൻ അവർ അനുവദിക്കത്തില്ല. കാരണം ഓരോ ദിവസവും ഇതൊരു വ്രണമാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ പറയുന്ന, നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് സൂഹിക്കത്തില്ല, ഇതൊരു കച്ചവടമാണ്. ഈ യുദ്ധം നടക്കുന്നു. നേരത്തെ ഇപ്പോഴത്തെ ഈ കച്ചവടം ഈ ഇടയ്ക്ക് ഇത് പൂട്ടിയത്. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാര് മിസൈൽ വിടും, മറ്റേവരൊരു 4 മിസൈൽ വിടും, ഒരു 10 കെട്ടിടം വന്നവർ ഈ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് 2-3 കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും പെണ്ണുങ്ങളുടെ ഫോട്ടോയും ചത്തതോ അല്ലെങ്കിൽ നേരത്തെ ചത്തതോ ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പിരിവ് നടത്തും. കോടാനുകൂടി പാലസ്തീൻ അല്ലെങ്കിൽ ഗസ പുനരുദ്ധാരണം എന്ന് പറഞ്ഞിട്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കും. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഈ പ്രാവശ്യമാണ് ഇവർ ഇതിനകത്തോട്ട് കടന്നു കയറി വലിയ വലിപ്പത്തിൽ ഒരു ആക്രമണം നടത്തി അവർ യുദ്ധം നിർത്തുന്ന ഒരു അവസ്ഥയില്ല. എങ്ങും തീരാതെ അങ്ങോട്ട് പോയിട്ട് നിൽക്കുന്നിടത്തും ഒന്നുമില്ല. അവർ വിചാരിച്ചത് ഇങ്ങനെ നടന്നോട്ടെന്ന് വിചാരിച്ചപ്പോൾ ഇവന്മാർ ഇരിക്കുന്നിടത്ത് കയറി മറ്റവരടിക്കും. കാരണം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇസ്രായേലിന്റെ അകത്ത് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം എന്നത് പ്രോക്സികളെ പൂർണ്ണമായിട്ട് നിർത്തുന്നതിന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും അവർക്ക് രാജ്യത്തിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമൊക്കെ ആയിട്ട് അവരും ഇതൊക്കെ ഉപയോഗിച്ചു. ആണ് വിഷയമാരുടെ നിലനിൽപ്പിനെ തന്നെ വായിച്ചു. ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയി ഇവിടെ നിന്ന് യുദ്ധം ചെയ്യുന്ന മണ്ടന്മാരെ വെച്ചിട്ട് അവിടെ വെളിയിൽ പോയിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ഖത്തർ ഇരുന്നപ്പോഴും അവിടെയും വെടിയുണ്ട വീഴുക, എവിടെ പോയിരുന്നാലും അവിടെ എല്ലാം വെടിയുണ്ട വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇവന്മാര് ചർച്ചയിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഇപ്പം അമേരിക്കയ്ക്കും പ്രഷറായി. അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കര രൂക്ഷമാണ്. അമേരിക്ക ഇപ്പൊ ഈ പറയുന്നത് പോലെ സാമന്ത രാജ്യങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന GCC രാജ്യങ്ങൾക്കകത്ത് പാലസ്തീൻ ഒരു ആഭ്യന്തര വിഷയമാണ്. പാലസ്തീൻ ഒരു ആഭ്യന്തര വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന് പാലസ്തീനും അവിടുത്തെ കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും ഒന്നും വിഷയം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു പാലസ്തീനിലെ വിഷയത്തിനകത്ത് എന്താ സൗദി അറേബ്യ ഇടപെടാത്ത, പാലസ്തീനിന്റെ വിഷയത്തിനകത്ത് എന്താ ഖത്തർ ഇടപെടാത്ത,
ഇങ്ങനെ ഓരോ രാജ്യത്തിലെയും ജനങ്ങൾ ഇങ്ങനെ ഇടപെടാനും ചർച്ച ചെയ്യാനും തുടങ്ങുമ്പോൾ ഉമാർക്ക് പേടി. ജനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉമാരുടെ കയ്യിൽ നിന്ന് ഭരണം പോത്തില്ലേ. അപ്പൊ അവര് ചെന്ന് അമേരിക്ക എടുത്ത് പറഞ്ഞു, അമേരിക്ക രക്ഷിക്കണം, ഞങ്ങൾക്ക് ഇതുപോലെ നിലനിൽപ്പില്ല, എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിച്ചില്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ ഞങ്ങളെ അടിച്ച് വെളിയിൽ കളയും, സമരമായിട്ട് വെളിയിൽ ഇറങ്ങും, അപ്പൊ റെസ്യൂം ചേഞ്ച് വരും, അതുകൊണ്ട് രക്ഷിക്കണം. അപ്പൊ അമേരിക്ക ഈ പറയുന്ന പോലെ അമേരിക്ക ഇവന്മാരെ എല്ലാം വിരട്ടി, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കമ്പനി നടത്തിയും അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കി ഇവന്മാരെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്തി അവന്മാരുടെ ചട്ടിക്കകത്തുനിന്ന് കൈയിട്ട് വാരി, അല്ലെങ്കിൽ പട്ടാളത്തിന് തീറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഇവന്മാരെ ഉപയോഗിച്ചും വിരട്ടിയും ഒക്കെ നിർത്തിയേക്കുന്നതിനകത്ത് അവരുടെ താല്പര്യം കൂടി സംരക്ഷിക്കണം. അതിനു വേണ്ടി ഇപ്പൊ ഒരു പുതിയ കരാറും ഒക്കെ ആയിട്ട് വന്ന് ഈ ഈ നമ്മൾ ഈ പറയുന്ന മേഖലയിലെ ബിസിനസിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗാസയും പണ്ട് കുറെ കാലം കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ഒരു ഗിമിക്ക്, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത്, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീരത്തൊന്നുമില്ല. നിങ്ങളൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്ന പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയോ? നമ്മൾ നമ്മൾ അമ്പലത്തിൽ പടക്കം വെക്കുന്നതിന് ആരും പടക്കം വയ്ക്കാനില്ലാത്തപ്പം സൗണ്ട് കേൾക്കത്തില്ല, അതിനുശേഷം ആരെങ്കിലും കൊടുത്തിട്ട് ഒരു വെടി വെച്ചാട്ടെന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇത് ഏത് സമയം വേണേലും വെടിനിർത്തൽ കരാറ് വീണ്ടും സജീവമാകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള ധാരണയുണ്ടല്ലോ, ഈ ധാരണയ്ക്ക് അപ്പുറം ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിലാകാം. ഇനി ധാരണയ്ക്ക് അപ്പുറമല്ല, ഒരുത്തനങ്ങ് തോന്നുന്നു, ഇസ്രായേലിനങ്ങ് തോന്നുന്നു നാളെ കാലത്തെ 2 മിസൈൽ അവന്റെ പുറത്തോട്ട് വെടിനിർത്തൽ തീർന്നില്ലേ. അപ്പൊ ഇത്രയൊക്കെ ഉണ്ട് ഇതിന്റെ കാര്യം. വലിയ വലിപ്പത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ വെടിനിർത്തൽ എന്നുള്ളൊക്കെ ഉള്ള രീതിയിലേക്ക് പുറമെ അങ്ങ് പറയുമ്പോൾ ഇത്രയും നേരത്തെ വെടിനിർത്തൽ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അറിയോ? ഇതൊക്കെ ആരും ഇപ്പൊ ചർച്ച ചെയ്യുന്ന പോലുമില്ല. പകലും മുഴുവനും വെടിനിർത്തുക. 6 മണിക്ക് ശേഷം ഉള്ള മിസൈൽ മൊത്തം കൂടെ, പകലിടാൻ പറ്റാത്തതും കൂടെ കൊണ്ടുവന്ന് ഈ ഗാസയിലും പാലസ്തീനും അവർ കിട്ടുള്ളിടത്തെല്ലാം കൊണ്ടുവന്ന് രാത്രി. അപ്പൊ എന്തോ വെടിനിർത്തൽ? പകൽ മൊത്തം വെടിനിർത്തൽ. പകലെന്തിനാ മൂത്രമൊഴിക്കാൻ പാനാണ് വെടിനിർത്തുന്നത്, അല്ലെങ്കിൽ അത് കക്കൂസി പാനാണ് വെടിനിർത്തുന്നത്. ഈ പകല് മൊത്തം വെടിനിർത്തിയിട്ട് 6 മണിക്ക് ശേഷം പകലുള്ള മിസൈലും കൂടെ രാത്രി വെളുക്കോളം ഇടുമായിരുന്നു. പാലസ്തീനിലും ഗാസയിലും ഉൾപ്പെടെ ഈ ഇസ്രയേലിന്റെ പരിപാടി. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം അപ്പൊ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധം സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് താല്പര്യപ്പെടുന്ന ലോകത്തെ പ്രോക്സികളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ടുള്ള ഹമാസ്. ഇവർ ഈ പാലസ്തീൻ വിമോചനമോ പാലസ്തീന്റെ കുഞ്ഞുങ്ങളോ അവിടുത്തെ സ്ത്രീകളെയോ അവിടുത്തെ സാധാരണക്കാരന്റെ ഒരു കാര്യവും പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്തയോ കാര്യങ്ങളോ അല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. കാരണം അവർക്ക് ലോകത്തെ പല UN പോലെയുള്ള പലയിടത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങളും അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആനുകൂല്യങ്ങളും ഈ പറയുന്ന ട്രക്കുകളിൽ നിന്ന് തട്ടിയെടുത്ത് അവന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് അത് മറിച്ച് ഈ പാവത്തുങ്ങൾക്ക് വിൽക്കുന്ന നിഷ്ഠൂര പ്രവൃത്തി ചെയ്യുന്നവന്മാരാണ് ഈ പറയുന്ന ഗാസയിലെ ഈ ഹമാസ് എന്ന് പറയുന്ന വ്യക്തി. അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. അവരിപ്പോ പാലസ്തീനെ ഉപയോഗിക്കും. ഈ രീതിയിൽ പാലസ്തീനകത്ത് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗാസ എന്ന പ്രദേശത്ത് ഒരു പുനരുദ്ധാരണമൊന്നും അവരുടെ അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അവരെ അവിടെ മാറ്റി നിർത്തിയിട്ട് നടക്കുന്നതിന് വേണ്ടി അവരനുവദിക്കുന്ന ഒരു വിഷയമില്ല. ഇവരെയൊക്കെ സൃഷ്ടിച്ചവർ അതിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു വിഷയമില്ല. അപ്പൊ ഇതൊരു തൽക്കാലമായിട്ട് ഒരുപക്ഷെ അങ്ങ് പറഞ്ഞ് വെടിനിർത്തിയാലും ദീർഘകാല അടിസ്ഥാനത്തിൽ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു പുനർനിർമ്മാണമോ ഒന്നും സാധ്യമാകുന്ന ഒരവസ്ഥയില്ല. പിന്നെ ഈ കരാറ് പഠിക്കുമ്പോൾ അതിനകത്ത് ഇവരെ നിരാധീകരിക്കുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് അമേരിക്കയുടെ മേൽനോട്ടം ഒക്കെ ഉണ്ടാകുകയും അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കരാറായതുകൊണ്ടാണ് നിന്ന് കൊടുക്കുന്നത്. പക്ഷെ ഹമാസ് അതിന് നിന്ന് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നിന്ന് കൊടുത്ത ചരിത്രമല്ല ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുമുള്ള ഗാസ പദ്ധതി, ട്രംപിന്റെ ഈ ഗാസ പദ്ധതിക്ക് നെതന്യാഹുവും അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഹമാസ് ഒരിക്കലും ഇത് അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ. അങ്ങനെ അംഗീകരിച്ചാൽ പിന്നെ ഹമാസ് ഇല്ല. യുദ്ധം തീർന്നാൽ ഹമാസ് ഇല്ലാതായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഹമാസ് ഈ കരാർ അംഗീകരിക്കില്ല. അപ്പോൾ പിന്നെ ഏത് വിധത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിരിക്കും ട്രംപും നെതന്യാഹുവും ഒരുങ്ങുന്നത് എന്നത് കണ്ടറിയണം. ഒപ്പം GCC രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുമെന്നതും ലോകം ചർച്ച ചെയ്യുകയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.